IPL ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വൻ വരവേൽപ്പ് നൽകാൻ കർണാടക സർക്കാർ 3 മണിക്ക് വിധാൻ സൗധയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മന്ത്രിമാരും ടീമിനെ വരവേൽക്കും. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി RCBയുടെ വിക്ടറി പരേഡ് ഉണ്ടാകില്ല. AP നദീറ നൽകും വിശദാംശങ്ങൾ. നദീറ, 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലുള്ള കിരീട നേട്ടമാണ്. അത് ആഘോഷമാക്കാനുള്ള നീക്കം, അതെങ്ങനെയാണ് വരവേൽപ്പടക്കമുള്ള കാര്യങ്ങൾ കർണാടക സർക്കാർ ഒരുക്കിയിരിക്കുന്നത്? ഒപ്പം ഈ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം വിക്ടറി പരേഡ് ഉണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അല്ലേ? ശ്രുതി, ശരിക്കും 18 വർഷക്കാലമായി ഈ സാല കപ്പ് നന്ദു എന്ന് പറഞ്ഞുകൊണ്ട് RCB ടീം എപ്പോഴും ആരവം മുഴക്കുമായിരുന്നു. പക്ഷേ 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആ കിരീട നേട്ടം അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. ഇപ്പോൾ കാണാം RCB ടീമുകൾ, RCBയുടെ ഫാൻസ് എല്ലാം ഇതാ വിധാൻ സൗധയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. വിധാൻ സൗധയിൽ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. RCB ടീമിനെ ഇന്ന് വരവേൽക്കുകയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ വലിയൊരു ക്രിക്കറ്റ് ഫാനാണ്. അദ്ദേഹം RCBയുടെ ഫാൻ കൂടിയാണ്. അദ്ദേഹമാണ് വലിയ വരവേൽപ്പ് ഈ ടീമിന് നൽകുന്നത്. അതിന് വേണ്ടി, അത് കാണുന്നതിന് വേണ്ടി ವಿಧಾನ ಸೌಧಕ್ಕೆ ಪುರತ್ತೆ ತಡಿಚುಗೂಡಿ ನಿಲ್ಕುಂದವರಾണ്. ಎಷ್ಟೋ ಖುಷಿ ಆಗುತ್ತೆ ನಿಮಗೆ? ಹೌದು ಮೇಡಮ್, ಖುಷಿಯಾಗಿದೆ. 18 ವರ್ಷದಿಂದ ವೇಟ್ ಮಾಡಿಕೊಂಡು ಇವತ್ತು ಸಿಕ್ಕಿದೆ. ತುಂಬಾ ಖುಷಿ ಆಗ್ತಾ ಇದೆ ನೋಡ್ಕೊಳ್ಳೋದಕ್ಕೆ. ಎಲ್ಲಿಂದ ಬರ್ತೆ? ನಾವು ಮಂಡ್ಯದಿಂದ ಮೇಡಮ್. ഇല്ലിന്റെ 100 കിലോമീറ്റർ ദൂരം ಇದೆ. ഇല്ലിന്റെ ಬಂದಿದ್ದೀವಿ. കണ്ടോ, മണ്ഡ്യയിൽ നിന്ന് ആഘോഷിക്കാൻ വേണ്ടി വിധാൻ സൗധയ്ക്ക് മുന്നിൽ വന്ന് നിന്ന ആളാണിത്. ഇതുപോലെയാണ് ഫാൻസ് എല്ലാം കർണാടകയുടെ വിവിധ ജില്ലകളിൽ നിന്ന്. കാസർഗോഡ് നിന്ന് വന്ന ഞങ്ങൾ RCB ഫാൻസ് ആണ്. 18 നമ്പർ കോയിലുണ്ട്. 18 കൊല്ലമായി അടിക്കാതെ. ഇനി 18 കൊല്ലം ഞങ്ങൾ അടിക്കൂ. RCB ഫാൻസ് ആണ് ഫുൾ. RCB ഫാൻസ്. ഇവിടെ വന്നപ്പോൾ ഒരു മലയാളിയും കണ്ടുകിട്ടി. കാരണം കന്നഡക്കാരും മലയാളികളെല്ലാം ക്രിക്കറ്റ് എന്ന മതത്തിന് മുന്നിൽ ആരും വ്യത്യസ്തരല്ലല്ലോ. എല്ലാവരും അതിൽ വിശ്വസിക്കുന്നവരാണ്. RCB ഫാൻസ് ആണ്. എന്തായാലും വിധാൻ സൗധയ്ക്ക് മുന്നിൽ 3 മണിയോടുകൂടി ഈ സംഘം എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും അടക്കം അവർക്ക് സ്വാഗതം അരുളുകയാണ്. അവരെ കണ്ടോ, ഈ വിധാൻ സൗധയുടെ ഗ്രാൻഡ് സ്റ്റെപ്സ് എന്ന് പറയുന്ന ആ പടിയിൽ വെച്ചാണ് വിധാൻ സൗധയിൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാകും. അതിനവിടെ ചാമ്പ്യൻസ് എന്ന് പറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തയ്യാറായി വരുന്നതോടുകൂടി ഈ ഫാൻസിന് നമ്മുടെ ടീം അംഗങ്ങൾ ഇവിടെ എത്തും. വിരാട് കോഹ്ലി അടക്കമുള്ള ടീം അംഗങ്ങൾ എത്തും. പിന്നെ ആഘോഷമാണ്. സിദ്ധരാമയ്യ വരവേൽക്കും, മറ്റു മന്ത്രിമാരും ഉണ്ടാകും. ഒരു ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ടീം അംഗങ്ങളെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് വരവേൽപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. നേരത്തെ തുറന്ന വാഹനത്തിൽ ടീമംഗങ്ങളെ നയിക്കണമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പോലീസ് അതിന് വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്തായാലും വൈകുന്നേരം 5 മണിയോടുകൂടി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വലിയ ഗ്രാൻഡ് ഫംഗ്ഷൻ തന്നെ ഒരുക്കുന്നുണ്ട്. KCA അവിടെ വെച്ച് വിരാട് കോഹ്ലിയെയും ഇവരെയും ഒക്കെ ടീമംഗങ്ങളെയൊക്കെ വരവേൽക്കും. അവിടെ ഈ ഫാൻസിനൊക്കെയുള്ള പ്രവേശനവും ഉണ്ടാവും. ഇപ്പോൾ വിധാൻ സൗധയ്ക്ക് മുന്നിൽ എല്ലാവരും തടിച്ചു കൂടിയിരിക്കുകയാണ്. കാരണം ഒരു ബസ്സിൽ വിമാനത്താവളത്തിൽ നിന്ന് ഇവിടേക്ക് ടീമംഗങ്ങളെ കൊണ്ടുവരും. ഒരു നോക്ക് അവരെ നേരിട്ട് കാണാമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും ജനങ്ങൾ വിധാൻ സൗധയ്ക്ക് മുന്നിൽ വന്ന് തടിച്ചുകൂടിയിരിക്കുന്നത്. നദീറ, ആരാധകരുടെ ആവേശം എന്ന് പറയുന്നത് അത് ആഘോഷത്തോളം ഇരട്ടിയാണ്. ആ ഒരു ആവേശം അത്രത്തോളം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ടീമംഗങ്ങളെ വിധാൻ സൗധ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെ തുറന്ന വാഹനത്തിൽ ആനയിക്കാനുള്ളൊരു നീക്കമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അത് നടക്കില്ല. ക്രമസമാധാന പ്രശ്നങ്ങൾ അടക്കമുള്ള ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഈ എങ്ങനെയൊക്കെയാണ് അവിടെ ഇപ്പോൾ ആരാധകരുടെ ഒരു ആവേശം അത്രത്തോളം ഇപ്പോഴും കാണുന്നുണ്ട്. ഈ ഒരു ഘട്ടം ഇനിയിപ്പോൾ ഈ താരങ്ങളൊക്കെ എത്തുന്ന സമയത്തൊക്കെ എന്തായാലും ഇതിലും കൂടുതൽ ആളുകളെ കാണാനും ആളുകൾ എത്തുകയും ചെയ്യുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിനു വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിരിക്കുന്നത്? സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അത് ആഭ്യന്തരമന്ത്രി G. പരമേശ്വര തന്നെ നേരിട്ടെത്തി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പോലീസ് സംഘത്തിനോടൊപ്പം എത്തി കാര്യങ്ങളൊക്കെ വിലയിരുത്തിപ്പോയതാണ്. കാരണം ഇത്രയും ആളുകൾ, അല്പസമയം കൂടിയേ ഉള്ളൂ, ഇത്രയും ആളുകൾ ഇവിടെ ഈ ഒരു ചെറിയ സ്ഥലത്ത് വിധാൻ സൗധയ്ക്ക് മുന്നിൽ സമ്മേളിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പല ജില്ലകളിൽ നിന്ന് ആളുകൾ വന്നിരിക്കുകയാണ്. വിരാട് കോഹ്ലിയുടെ ആരാധകർ, RCB ടീമിൻ്റെ മുഴുവൻ ആരാധകർ, അങ്ങനെ പല പല ആരാധകർ, ഇവരെയൊക്കെ ഒന്ന് നേരിൽ കാണാൻ കൊതിക്കുന്ന ആളുകൾ, അങ്ങനെ നിരവധി പേരായ ക്രിക്കറ്റ് പ്രേമികളുടെ ഒരു വലിയ സംഗമ ഭൂമിയായി വിധാൻ സൗധയ്ക്ക് മുൻവശം മാറും. അപ്പോൾ കൈക്കൊള്ളേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ കൈക്കൊണ്ടിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ വാഹന ഗതാഗതമൊക്കെ പോലീസ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സുരക്ഷ കൃത്യമായി ഒരുക്കും. ഈ ടീം അംഗങ്ങളുടെ വാഹനം
വിധാൻ സൗദയിലേക്ക് കയറുമ്പോഴും വൻ സുരക്ഷയായിരിക്കും. 2 വാഹനങ്ങളിലായാണ് അവരെ HAL വിമാനത്താവളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അതിനും സുരക്ഷയൊരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരാധകർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കും അനിഷ്ട സംഭവങ്ങളിലേക്കും ഒന്നും ഈ ഒരു ആഘോഷം കടക്കാതിരിക്കാനും ഒക്കെയുള്ള ശ്രദ്ധ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തി വരികയാണ്. ശ്രുതി, ഓക്കെ. IPL ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വൻ വരവേൽപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ. 3 മണിക്ക് വിധാൻ സൗധയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒപ്പം മന്ത്രിമാരും ചേർന്ന് ടീമിനെ താരങ്ങളെ വരവേൽക്കും.